नाम की महिमा हो। മറ്റൊരു പ്രഭാതം കൂടി ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം കൂട്ടായ്മ ആചരിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. एक सुप्रभात मसीह ने हमारे लिए दिया, इसी कारण मैं मसीह को धन्यवाद देता हूँ. ഈ ലോകത്തിൽ കണ്ടുവരുന്നതായ ഒരു പ്രതിഭാസമാണ് ദൈവത്തെ ആരാധിക്കുന്നവർ എങ്കിലും അവരുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രതികൂലങ്ങളും ധാരാളമായി ഉണ്ടാകുന്നു. आजकल दिनों में हम दुनिया में देखते हैं बहुत सारे मसीह को अपनाया हुआ लोगों के बीच में कष्ट या दुख और नुकसान भोगना पड़ता है. നാം ഇന്ന് ചിന്തിക്കുന്നത് ഈ ലോകത്തിൽ ദൈവത്തെ സേവിക്കുന്നതായ ദൈവ മക്കളെ പലപ്പോഴും കഷ്ടങ്ങളിലൂടെയും നഷ്ടങ്ങളിലൂടെയും കർത്താവ് കടത്തിവിടുന്നത് എന്തുകൊണ്ടാണ് എന്നത്രേ. जो सोच विचार यही बात है, यीशु मसीह को अपनाया, ग्रहण किया, यीशु को पाया, जो लोग कष्ट दुख क्यों भोगना पड़ता है. എന്നാൽ തിരുവചനം നാം ശ്രദ്ധയോടുകൂടി പഠിക്കുമ്പോൾ അവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത് ഈ ലോകത്തുള്ളതായ ദരിദ്രരെയും അതുപോലെ സമ്പന്നരെയും ഒക്കെയും ദൈവമാണ് അങ്ങനെ ആയിത്തീരുവാൻ അനുവദിക്കുന്നത് എന്നത്രേ. आजकल दिनों में हम देखते हैं कंगाल या धनवान और दरिद्र सारे सबों को पृथ्वी पर रखा है, ठहराया है, ईश्वर ही है. അത് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെയും അറിയാം. यहोवा परमेश्वर को जानता है, शुरुआत से लेकर अंतिम तक हमारा जिंदगी. ചിലർ ദരിദ്രരായിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് അത്രേ ദൈവത്തിന്റെ തീരുമാനം. औरों को दरिद्र कंगाल होकर जीना भला है, जो बात ईश्वरी का बात है. പെട്ടെന്ന് അവരെ സമ്പന്നരാക്കുകയാണെങ്കിൽ അവർ നിഗളിച്ച് ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് മറ്റു വഴികളിലൂടെ പാപത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് ദൈവം മുൻകൂട്ടി കാണുകയത്രേ ചെയ്യുന്നത്. और मसीह को अपनाया हुआ लोग यीशु को अपनाया है, तुरंत उनको धनवान धनी बन जाएगा तो मसीह का प्रेम से रहित होता है, बाहर चले जाता है घमंड के कारण. ഈ നാളുകളിൽ നാം നോക്കുകയാണെങ്കിൽ വളരെ ദാരിദ്ര്യത്തിലും കഷ്ടതയിലും കൂടി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതത്തിൽ കുടുംബം കെട്ടിപ്പടുത്തതായ പല ദൈവമക്കളും പിന്നത്തേതിൽ അവരുടെ തലമുറകളിൽ നോക്കുമ്പോൾ അവർ സമ്പന്നതയിലായിരിക്കുന്നത് കൊണ്ട് ദൈവത്തോട് പൂർവ്വ ഉണ്ടായിരുന്നതായ അതേ സ്നേഹവും ഭക്തിയും ഇല്ലാതെ ലോകപ്രകാരം ജീവിക്കുന്നതായ അനേകം ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. आजकल दिनों में हम थोड़ा ध्यान दे और बहुत दरिद्र हीन रीति पर जीवन बिताए हुए जो अनेक पवित्र लोगों का जिंदगी में उनकी पीढ़ियों का संतानों के समय में और बुद्धि ज्ञान विवेक और धन के महान मालिक बन जाते हैं, हमारा मसीह में से महिमा से बाहर है. അവന്റെ അപ്പനും അല്ലെങ്കിൽ അമ്മയ്ക്ക് കഷ്ടതയുണ്ടായിരുന്നു, ഞെരുക്കമുണ്ടായിരുന്നു. അതിന്റെ മധ്യേ അവർ നിലവിളിച്ചു. എന്നാൽ ഈ അവരുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ സമ്പന്നതയിൽ ജീവിക്കുന്നത് കൊണ്ട് അങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതായ ഒരു ആവശ്യം അവർക്ക് ഇല്ലാത്തതുപോലെ അത്ര തോന്നുന്നത്. मानो के माता या पिता इतने दुख भरी हुई जीवन बिताया, जो कष्ट शोक के समय में परमेश्वर से मांगा, चिल्लाया, प्रार्थना किया, प्रयत्न किया, उसका पीढ़ी का समय में परमेश्वर ने उनको धनवान धनी बन गया. माता पिता ने उनको कैसा पालन किया, जो बात उन्होंने त्याग किया है वो स्मरण भी नहीं रखता है. ഗോഡ്സ് മിഷന്റേതായ പ്ലാറ്റ്ഫോമിൽ നാം ആയിരിക്കുന്നു. ഇതുപോലുള്ളതായ വേറെയും പ്ലാറ്റ്ഫോമുകളുണ്ട്. അവിടെയൊക്കെയും കണ്ടുവരുന്ന ഒരു പ്രത്യേകത സീനിയർ സിറ്റിസൺസ് അത്ര അവിടെ ഇരിക്കുന്നത്. कोर्स विषय में या औरों प्लेटफॉर्म में देखते हैं, वहां पर बुजुर्ग, इसका मतलब उम्र ज्यादा वाले केवल ये प्लेटफॉर्म में आते हैं जवानियों को
मिलता नहीं है। അപ്പോ യുവജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു സൂം മീറ്റിംഗ് തുടങ്ങുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. परमेश्वर की दास यो बात बता रहा है, जवान जवानियों के लिए एक सू मीटिंग आरंभ करना आवश्यकता है। അതുകൊണ്ട് നാം ഇന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിന് മുഖാന്തരമായിരിക്കുന്നത് ലോകപരമായിട്ട് ഉള്ളതായ ഭൗതികമായിട്ടുള്ളതായ നന്മകൾ അല്ല. आज सुबह में ये प्लेटफॉर्म में आते हैं, मसीह में आराधना प्रार्थना करते हैं, सांसारिक दुनियादारी आर्थिक बात के बारे में नहीं है। ചിലർ സമ്പന്നര്, ചിലര് ദരിദ്രര് എന്നുള്ളതായ ഒരു സവിശേഷത ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. आजकल दिनों में हम देखते हैं कई लोग धनवान हैं, कई लोग दरिद्र हैं। ചിലർ ദരിദ്രരായി തീരുന്നത് അവരെ മറ്റുള്ളവർ വഞ്ചിക്കുന്നത് കൊണ്ടായിരിക്കാം. धोखा देने के कारण कई लोग और दरिद्र होता है, कंगाल होता है। അല്ലെങ്കിൽ പീഡനത്തിന്റെ പേരിലായിരിക്കാം. शायद हो पीड़ित होते हैं, इसी कारण में होगा। ചില സംസ്ഥാനങ്ങളിലും ദൈവവിശ്വാസികളായി തീർന്നാൽ അവരെ ആ പട്ടണത്തിൽ നിന്നും അവരെ പുറത്താക്കും. അവർക്ക് വെള്ളം കൊടുക്കുകയില്ല, റേഷൻ വാങ്ങാനുള്ള അനുവാദമില്ല. അങ്ങനെ ജനത്തെ പീഡിപ്പിക്കുന്നത് കൊണ്ട് അവര് അലഞ്ഞു തിരിയുന്നതായ ഒരവസ്ഥയിലും ആയി തീർന്നിട്ടുണ്ട്. हम देखते हैं कई स्टेट में, कई स्थानों में यीशु मसीह को अपनाया, ग्रहण किया, इसी कारण में पिलाता नहीं, खिलाता नहीं, रहने नहीं देते हैं। എത്ര പീഡനങ്ങൾ ഉണ്ടായാലും അവർക്ക് സകലവും നഷ്ടപ്പെട്ടാലും അവർ ക്രിസ്തുവിലുള്ളതായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് അത്ഭുതകരമാത്രേ. जितना पीड़ित होता है, उपद्रव होता है, जो मानो विश्वास में अटल रहते हैं, स्थिर रहते हैं, हम अभिमानी हैं। അവർക്ക് ലോകപ്രകാരം അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ളതായ ഒരു നന്മയും ഇല്ല എങ്കിലും അവർ ഉറച്ച വിശ്വാസത്തിൽ തന്നെ നിൽക്കുന്നു. और आर्थिक तौर से कुछ उन्नति नहीं होवे तो भी विश्वास में स्थिर रहते हैं। അപ്പോ കഷ്ടതയുടെയും ഞെരുക്കത്തിന്റെയും മധ്യേയും വിശ്വാസത്യാഗം ചെയ്യാതെ നാം നിൽക്കുന്നതിന്റെ രഹസ്യം എന്താണെന്ന് നമുക്ക് അന്വേഷിക്കാം. और इतने कष्ट दुख भोगते हैं, वही समय में भी मसीह में अटल रहते हैं, स्थिर रहते हैं, उनका विश्वास पकड़ते रहते हैं। उसके बारे में हम मनन करेंगे। യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ ഓഹരിയും നമ്മുടെ മഹത്തായ പ്രതിഫലവും ആകുന്നു. അതത്രേ മർമ്മം. यीशु मसीह हमारा मिरास है और यीशु हमारे लिए काफी है। इसी कारण में मसीह की वचन के आधार पर जीना हमारा कर्तव्य है। ഉയർത്തെഴുന്നേറ്റതായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. जी उठा हुआ मसीह हमारे में जीवित है। നമ്മുടെ ഉള്ളിൽ ജീവന്റെ വചനമത്രേ, അതായത് ദ്രവത്വമില്ലാത്തതായ അത് എന്നേക്കും ജീവിക്കുന്നതായ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ട്. हमारे अंधकरण में जीते जाते परमेश्वर का जीवित वचन हमारा हृदय के अंदर वास करते हैं। ഒരു വിശ്വാസി ഈ ലോകത്തിൽ പലവിധമായ കഷ്ടങ്ങളിലൂടെയും കഠിനമായ അവസ്ഥയിലൂടെയും കടന്നു പോകുമ്പോൾ അവൻ കർത്താവിൽ സന്തോഷിക്കുന്നു. प्रत्येक विश्वासियों में कष्ट और शोक भोगना पड़ते हैं, फिर भी मसीह में उन्होंने स्थिर रहते हैं। യഹോവയിൽ തന്നെ നമ്മൾ രസിച്ചു കൊള്ളുന്ന ഒരവസ്ഥ. और हमारा हर्षित काम यहोवा परमेश्वर पर दे। നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് കർത്താവായിരിക്കാൻ, യേശു ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ കഷ്ടങ്ങളെയും സഹിക്കുന്നതിന് കഴിയും. आनंद यो है मसीह में है, इसी कारण में कष्ट को हम तुच्छ जानते हैं। പാട്ടുകാരൻ ഇങ്ങനെയാണല്ലോ പറയുന്നത്, മണ്ണെ പ്രതി മാണിക്യം വെടിയുകയില്ല ഞാൻ എന്ന്. और गीत वालों ने ऐसी गीत दी, और मिट्टी के कारण आर्थिक काम कार्यों में मसीह में से मिला हुआ
जो धन हम त्याग नहीं करते हैं, നമ്മുടെ കഴിവിലല്ല നാം ജീവിക്കുന്നത്, മറിച്ച് നമ്മിൽ വസിക്കുന്നവനായ യേശുവിൽ ആശ്രയിച്ചുകൊണ്ടത്രേ. हम विश्वास यही रखते हैं, हमारा भरोसा आश्रय मसीह ही है। നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ തൊട്ടു മുമ്പിൽ നാം കാണുന്നൊക്കെയും വളരെ നിരാശാജനകമായ കാര്യങ്ങൾ അത്രയും. हमारे काम काजों आजकल दिनों में निराशा की बात में गिर जाते हैं। നാം ബാഹ്യമായിട്ട് നോക്കുമ്പോൾ, പുറമേ നോക്കുമ്പോൾ നാം ദരിദ്രരത്രേ. बाहरी तौर पर हम देखेगा तो हम दरिद्र कंगाल है, നാം അസ്വസ്ഥമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. शांति सिवा जाते हैं। ദാവീദ് പറയുന്നത് പോലെ നരക കവാടത്തില് അവിടെ ഇവിടെയായിട്ട് കിടക്കുന്നതായ അസ്ഥി കഷ്ണങ്ങളുടേതായ ഒരു അനുഭവം അത്രേ പലരുടെയും ജീവിതം. दावीद ने गीत गाने में यही बात दी, और नरक के फाटकों में गिरे हुए सूखे वाला हड्डियों की नाई है। എന്നാലും അതിന്റെ മധ്യേയും ദൈവമക്കൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അത് ഉറച്ചു നിൽക്കുന്ന ഒരു അനുഭവം, അത് പ്രത്യേകതയുള്ളതത്രേ. इसका बीच में भी हमारा मसीह में स्थिर रहते हैं, आनंद मगन होते हैं। അതെ, പീഡനത്തിന്റെ മധ്യേ, കഷ്ടതയുടെ മധ്യേ ദൈവജനം എന്താണ് സംതൃപ്തിയുള്ളവരത്രേ. और पीड़ित हो, दुखी की हाल में हो, हम परमेश्वर की लोग आनंद मगन होते हैं। ദൈവജനത്തിൻ്റെതായ പ്രതിഫലം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റതായ യേശു അത്രേ. और परमेश्वर के लोग की भल यू है, और उद्धार पाया हुआ, पुनरुत्थान पाया हुआ मसीह ही है। ഉയർത്തെഴുന്നേറ്റതായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നത് കൊണ്ട്, നമ്മിൽ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് തളർന്നു പോകാതെ പിന്നെയും അത് വീണാലും ഓടുവാൻ കഴിയും. पुनरुत्थान पाया हुआ मसीह हमारे में जीवित है, इसी कारण में हमारा दौड़ थक नहीं जाते हैं, हिम्मत पाकर ढांढस बांध कर आगे बढ़ते हैं। പുറമേ നാം ദരിദ്രരായിരിക്കാം, ഇല്ലായ്മകളുടെ അനുഭവത്തിലായിരിക്കാം, എന്നാൽ അകമേ നാം ശക്തരത്രേ. हम आखिरी के तौर पर देखते हैं कंगाल या दुर्बल है, लेकिन हमारा अंधकरण में हम प्रबल है। ഈ ക്രിസ്ത്യാനികളുടെ ഇങ്ങനെയുള്ളതായ അനുഭവമുള്ളതായ ക്രിസ്ത്യാനികളുടെ ജീവിതം നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഈ ലോകപ്രകാരമുള്ളതായ സമ്പത്ത് അല്ല അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിന് നിദാനമായിരിക്കുന്നത് എന്ന്. आजकल दिनों में हम यही बात माने, ये दुनियादारी और मिल्कत के पीछे नहीं, मसीह उन्हीं में वास करते हैं, इसी कारण में आनंद मगन होने का कारण बन जाते हैं। ഈ ഇല്ലായ്മയുടെ മധ്യേയും തകർച്ചയുടെ മധ്യേയും സാധുക്കളായ ജനങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലായിരിക്കുന്നു എന്നുള്ളത് നിമിത്തം നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നത്, യഥാർത്ഥ വിശ്വാസികളുടേതായ ആത്മാർത്ഥതയെക്കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയും. और हम दरिद्र हैं, हमारा पास कुछ भी नहीं है, बाहर के तौर पर हम कंगाल होते हैं, लेकिन आत्मिक के तौर पर हमारा हृदय हमारा मसीह का साथ मिलने के लिए मिलजुल कर हम आनंद में मगन होते हैं। അവർ ക്രിസ്തുവിനെ പിന്തുടരുന്നത് ചില അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഭൗതികമായ ചില സമ്പത്ത് നേടുന്നതിനോ വേണ്ടിയല്ല. औरों ने मसीह को अपनाया हुआ लोग सचमुच होवे तो खाली केवल रोटी के लिए नहीं और आर्थिक कुछ बात के लिए है नहीं। യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. आयुब की पुस्तक प्रथम अध्याय की 9वां पद. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനോ അവന്റെ വീട്ടിനോ അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്നുത്തരം പറഞ്ഞു. आयुब की पुस्तक पहले अध्याय 9वां पद में यही दी
शैतान ने यहोवा को उत्तर दिया, क्या आयुब परमेश्वर का भय बिना लाभ के मानता है? क्योंकि तूने उसकी और उसके घर की और जो कुछ उसका है उसके चारों ओर बाड़ा नहीं बांधा। तूने तो उसके काम पर आशीष दी है। ദൈവത്തിന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചതിന് ശേഷം ഈ സാത്താൻ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെന്ന് ഒരു സംവാദത്തിൽ ഏർപ്പെടുകയത്ര ചെയ്യുന്നത്. और ये शैतान ने आयुब की धन दौलत पारिवारिक जीवन देखते हुए उनमें का वो दृष्टि रखकर यहोवा परमेश्वर की ओर जाकर आयुब की बदले बातचीत करने के लिए शुरू की है। പിശാച് ഒരു പ്രസ്താവന ഇറക്കുകയാണ്. മനുഷ്യൻ വെറുതെയൊന്നും അല്ല ദൈവത്തെ സേവിക്കുന്നത്, ഭക്തിയോടുകൂടിയൊക്കെ ഇരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളത് കൊണ്ടത്രേ. और शैतान यहोवा की ओर कह रहा है और भय भक्ति इसी कारण में है, धन दौलत में इन्होंने इतनी उन्नति में है, इसी कारण में भय मानते हैं। സാത്താൻ ഇവിടെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇയ്യോബിനുള്ളതായ വസ്തുവകകളോ അവന്റെ സമ്പത്തോ ഇതൊക്കെ ഒന്ന് പിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം ഇടവരുത്തുകയാണെങ്കിൽ അവന്റെ ഭക്തി നമുക്ക് കാണാം എന്നത്രേ അവൻ വെല്ലുവിളിച്ചത്. ये शैतान ने यहोवा की और आयुब के बारे में कह रहा है, उनका जो कुछ धन है, आर्थिक बात है, उसको तूने थोड़ा छू ले, उनको नाश होवे तो तेरी मुहाबुक देखकर तुमको त्याग करेंगे। ये बात शैतान ने यहोवा की और आयुब के बारे में कहा है। സാത്താൻ പറയുന്നത്, ദൈവമേ നിന്റെ തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് തൊടുക, അവന്റെ വേലി ഒന്ന് പൊളിച്ചു കളയുക, അവന്റെ ഭക്തിയെ നമുക്ക് കാണാമല്ലോ എന്ന്. और शैतान ने यहोवा की और आयुब के बारे में कह रहा है, तेरी देखने हाथ लंबा कर कर तूने वाड़ा बांधा है, वो दौड़ा छोड़ दे, तब देखेंगे तेरी मुहामुख चेहरे की ओर देखते हुए तुमको त्याग करेंगे। എന്നാൽ ഇയ്യോബ് അങ്ങനെ സാത്താന്റെ ആ കെണിയിൽ വീണുപോയില്ല. അവന്റെ ദൈവത്തോടുള്ളതായ ഭക്തി അവൻ തെളിയിച്ചു. आयुब ने शैतान ने लाया हुआ जो चीजों से गिरा नहीं, सब कुछ नष्ट हो गया, फिर भी यहोवा की ओर भरोसा रखा है। എന്നാൽ മറ്റനേകം വിശ്വാസികൾ ഇയ്യോബിനെ പോലെയല്ല. बहुत सारे विश्वासियों आयुब की नहीं है। അവരുടെ ജീവിതത്തിൽ പിശാച് പല അനർത്ഥങ്ങൾ കൊണ്ടുവരുമ്പോൾ അവരുടെ വിശ്വാസ ത്യാഗം നടത്തി പിന്മാറിപ്പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. आयुब के जीवन में कई प्रकार की प्रश्न परीक्षा लाया, शैतान ने सोच विचार की तो यहोवा परमेश्वर को त्याग करेंगे, लेकिन ऐसा हुआ नहीं है। അവർ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുന്നതിന് വേണ്ടി അത്രേ. आजकल दिनों में मसीह का पीछे हो लिया जाता है, मसीह में से कुछ आवक मिलने के लिए, कुछ धन दौलत मिलने के लिए परिश्रम करते हैं, प्रार्थना करते हैं। അങ്ങനെയുള്ളവർ പെട്ടെന്ന് നിരാശരായി പോവുകയും പിന്മാറിപ്പോവുകയും ചെയ്യും. ऐसा धन दौलत की इसका मतलब बड़ा महान बनने के लिए प्रयत्न करते हैं, जो मिलता नहीं है, नुकसान होते हैं, परमेश्वर की महिमा से उन्होंने रहित होते हैं। ഭൗതിക നന്മകൾ ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രം ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നതായ ആളുകളെ കൊണ്ട് ഇന്ന് ലോകം നിറഞ്ഞിരിക്കുന്നു. आर्थिक बातों में ध्यान देते हैं, इसी कारण में परमेश्वर की महिमा से रहित होते हुए बहुत सारे लोगों को आजकल हम देखते हैं। ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില തകർച്ചകൾ ദൈവം അനുവദിക്കുന്നത് ആ വ്യക്തിയുടേതായ വിശ്വാസത്തിൻ്റെതായ ആത്മാർത്ഥതയെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അത്രേ. जो विश्वासीगणों का जीवन में कुछ नुकसान होते हैं तो दरिद्र हाल से उन्नति नहीं होता है, इत्यादि परीक्षा में गिरते हैं, और वह मसीह को उनके बारे में योजना है।
ആ പരീക്ഷയിൽ കടന്നു പോകേണ്ടി വന്ന ഇയ്യോബിന്റെ ഇന്നത്തെ അവസ്ഥ നോക്കുമ്പോൾ ധനവാന്റെ വീട്ടുപടിക്കൽ കിടന്നതായ ആ പാവപ്പെട്ട ലാസറിനെ പോലെ പരമദരിദ്രനായി തീർന്നു. आयुब इतना महान संपन्न, मसीह में विश्व परमेश्वर पर विश्वास अटल रहा, सिर पकड़ा, लेकिन आज की कंडीशन उनका यही है। और धनवान की डेवड़ी में और थोड़ी की बीमार से भरा हुआ एक व्यक्ति की नाई आयुब अभी आया है। ഇയ്യോബ് ഒരു കാലത്ത് ഒരു രാജാവിനെ പോലെ ഒരു പ്രഭുവായിട്ട് ജീവിച്ചതായ മാന്യനായ ഒരു വ്യക്തിയായിരുന്നു. आयुब एक समय में एक प्रभु, एक आदरणीय व्यक्ति, राजा की नाई, बादशाह की नाई, इतनी उन्नत पदवी में बैठे हुए व्यक्ति थे। ഇന്ന് തന്നെ കാണുമ്പോൾ തെരുവിലുള്ളതായ കുട്ടികൾ പോലും തന്നെ കളിയാക്കുന്നു. और आज उनका आयुब की अवस्था यही है। सड़क पर चलते फिरते वो बच्चा भी उलट मला जब जाता है, ऐसी कंडीशन में आयुब आया है। ഇന്ന് താൻ നിന്ദിക്കപ്പെടുന്നു, തന്റെ മാന്യത നഷ്ടമായിരിക്കുന്നു. आज उनका निंदा करते हैं, जो आदरणीय थे वो आदरणीय हाल उनमें से चले गई है। അതെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചില തകർച്ചകൾ ഉണ്ടാകുമ്പോൾ അത് ഇന്ന് നിന്ദിക്കപ്പെടുന്നതായ അനുഭവങ്ങൾ നമ്മിൽ ചിലർക്കൊക്കെയും അനുഭവമായിരിക്കാം. एक समय हम उन्नति में थे, हमें में गिरावट होते हैं, हम शैतान की धोखाबाजी में गिर गया है, आदर की बदले निंदा में हम होता है। ചില കഷ്ടതകളിലൂടെ ദൈവജനത്തെ ദൈവം കടന്നു പോകുവാൻ അനുവദിക്കുന്നത് അവരുടെ വിശ്വാസത്തെ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി അത്ര. जो कुछ कष्ट और दुख और वेदना की जो हाल में गुजरना पड़ते हैं, इसके पीछे मसीह को कुछ कार्य हमारे ओर से किया करने के लिए बाकी है। നമ്മുടെ വിശ്വാസത്തിൻ്റെതായ ആ ഉറപ്പും നമ്മുടെ ദൈവത്തോടുള്ളതായ സ്നേഹവും നമ്മുടെ സഹിഷ്ണുതയും ആരാഞ്ഞറിയുവാൻ തക്കവണ്ണം ദൈവം ചില കഷ്ടങ്ങളിലൂടെ ദൈവമക്കളെ കടത്തിവിടുന്നു. हमारा शोधन, हमारा वेदना, हमारा दुख, कई प्रकार की कष्ट भोगना पड़ते हैं इत्यादि महावेदना से हमें चलाता है, हमारा विश्वास को परखने के लिए है। പീഡിപ്പിക്കപ്പെടുന്നതായ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്രമാത്രം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു, ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്നു, അവൻ സഹിഷ്ണുള്ളവനായി തുടരുന്നു എന്നാണ് ദൈവം നോക്കുന്നത്. पीड़ित होता है, पीड़ा में रहते हैं एक विश्वासी, कितनी वेदना कष्ट भोगना पड़ते हैं, लेकिन अंतिम में इनको ये आनंद की अनुग्रह की हाल में जाते हैं। ഇയ്യോബിനെ ദാരിദ്ര്യത്തിലും കഷ്ടതയിലൂടെ ദൈവം കടത്തി വിട്ടത് ഇത് അറിയുന്നതിന് വേണ്ടി അത്രേ. आयुब को कंगाल हाल में लाया, इतनी उपद्रवकारी बन गया, सारे लोग त्याग किया, ये बात बड़ा महान है। विश्वास सिर पकड़ने वाले हैं, ये जांचने के लिए उनका बारे में यहोवा परमेश्वर को योजना है। इसी कारण में അപ്പൊ എങ്ങനെ ഈ സാഹചര്യങ്ങളെ നമുക്ക് നേരിടുവാൻ കഴിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട്, ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ എന്നെ ഒരു നാളും തള്ളിക്കളയുക എന്നുള്ളതായ ആ ഉത്തമമായ ബോധ്യത്തോടുകൂടി നാം ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രതികൂല സാഹചര്യങ്ങളെ ധൈര്യമായിട്ട് നേരിടുവാൻ കഴിയുകയുള്ളൂ. मानो ये बात सही है, आयुब की नाई कष्ट दुख वेदना भोगेगा तो आगे हमें अच्छा फलदायी वृक्ष की नाई बनने के लिए मसीह ने हमें अवसर दिया देता है। ഹബക്കൂക്ക് 3-ാം അധ്യായം 7-ാം വാക്യം. हबक्कूक की पुस्तक 3 अध्याय 7वां पद में. മലയാളത്തിൽ ആരെങ്കിലും ഒരാൾ വായിച്ചോട്ടെ. ഹബക്കൂക്ക് 3:17-18. और जिसी को मिला तो पढ़े.
हबक्कूक का तीसरा अध्याय उसका ആ മൂന്നാം അധ്യായത്തിന്റെ മൂന്നിന്റെ മൂന്നിന്റെ 17-18 3:17-18 हबक्कूक का तीसरा अध्याय അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തുകളിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടാകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹിന്ദിയിൽ മൂന്നാം അധ്യായത്തിന്റെ 17-18 മൂന്നാം അധ്യായത്തിന്റെ 17-18 क्योंकि चाहे अंजीर के वृक्षों में फूल ना लगे और ना दाखलताओं में फल लगे, जलपाई के वृक्ष से केवल धोखा पाया जाए और खेतों में अन्न ना उपजे, भेड़शालाओं में भेड़ बकरियों ना रहे और ना धाने में गाय बैल हो, तो भी मैं यहोवा के कारण आनंदित और मगन रहूंगा. ഇവിടെ നാം കാണുന്നത് അത്തിവൃക്ഷം തളർക്കാതിരുന്നാലും അതുപോലെ മുന്തിരിവള്ളി ഫലം പുറപ്പെടുവിക്കാതിരുന്നാലും കന്നുകാലികളുടെ തൊഴുത്ത് ഒഴിഞ്ഞു കിടന്നാൽ അവിടെ ഒന്നും ഇല്ല എങ്കിലും ഈ ദൈവജനത്തിന് സന്തോഷിക്കുവാൻ കഴിയുമെന്നാണ്. क्योंकि चाहे अंजीर के वृक्ष में फूल ना लगे और ना दाखलताओं में फल लगे, जलपाई के वृक्ष से केवल धोखा पाया जाए, ऐसा हाल होवे तो भी मसीह में रहने वाला आनंद मगन होता है. ഏറ്റവും പ്രതികൂലമായ ഈ സാഹചര്യത്തിലും ദൈവജനം കർത്താവിൽ സന്തോഷിക്കും. ऐसे प्रतिकूल अवस्था में जाएगा तो भी मसीह के लोग मसीह में आनंद मगन होता है. കർത്താവിലുള്ള സന്തോഷം അതത്രേ നമ്മുടെ ബലം എന്ന് പറയുന്നത്. मसीह की आनंद हमारा बल है. എല്ലാ കഷ്ടനഷ്ടങ്ങളും അനുഭവിക്കുമ്പോഴും അത് പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവിൽ സന്തോഷിക്കുകയും ചെയ്യുക. कष्ट नष्ट शोक हमारा जीवन में आता है तो भी हम मसीह में आनंद मगन होता है. എല്ലാം നന്നായിരിക്കുമ്പോൾ മാത്രമല്ല നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്, തകർച്ചയുടെ മധ്യേയും നാം ദൈവത്തെ സ്തുതിക്കണം. चारों तरफ हमारा जिंदगी प्रतिकूल अनुभव में जाएगा, उसी समय भी हम मसीह में आनंद मगन होता है. ധനികന്റെ വീട്ടുമുറ്റത്ത് കിടന്നതായ ലാസറിനെ കുറിച്ച് നോക്കുമ്പോഴത്തേക്ക് ലാസർ ഏറ്റവും ദരിദ്രനായിരുന്നുവെങ്കിലും അവൻ ദൈവത്തെ സ്നേഹിച്ചിരുന്നു, ദൈവത്തെ സ്തുതിച്ചിരുന്നു. मसीह के समय मसीह ने एक बात कहा, एक धनवान की डेवड़ी में एक दरिद्र व्यक्ति थे जो शरीर खोड़ी की बीमार से भर गए थे, लेकिन उन्होंने उसी घड़ी समय भी और यहोवा परमेश्वर को मानते हुए भय भक्ति माना था. സമ്പന്നനായ അബ്രഹാമിനും പരമദരിദ്രനായ ലാസറിനും ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിഞ്ഞു. और इतनी ऊंचे श्रेणी पर धनवान में रखा हुआ अब्राहम इतनी निजहीन परिस्थिति में रहता हुआ लाजर को भी परमेश्वर में आनंद मगन होने के लिए अवसर हुई है. ലോകപ്രകാരമുള്ളതായ നന്മകൾ അല്ലെങ്കിൽ നമ്മെ ആശ്വസിപ്പിക്കുന്നതായ മറ്റു കാര്യങ്ങളൊക്കെയും അത് ഉണ്ടായാലും ഇല്ല എങ്കിലും വളരെ സഹിഷ്ണുതയോടുകൂടിയും സന്തോഷത്തോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമക്കൾക്ക് കഴിയും.
सांसारिक तौर पर जीना, खाना, पीना, आदर, महिमा सब कुछ है, सब कुछ नष्ट होएगा। जो समय भी मसीह में आनंद मगन हो सकता है। ഒരു ദൈവ പൈതലിനെ തകർച്ചയിലൂടെ കടത്തിവിടുവാൻ ദൈവം അനുവദിക്കുന്നത് അവന്റെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നതിന് വേണ്ടി അത്രേ. एक व्यक्ति को, मसीह को अपनाया हुआ व्यक्ति को ऐसी परीक्षा की हाल में जाना गुजरना देते हैं, इनका विश्वास को परखने के लिए है। യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ദരിദ്രർ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ എന്ന്. यीशु मसीह ने यही बात दी, हर समय धनवान या मनुष्य तुम्हारा साथ में साथ है। ഇന്ത്യയെ പോലുള്ളതായ വികസ്വര ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ മാത്രമല്ല, ഏറ്റവും സമ്പന്നമായ UK, USA തുടങ്ങിയ രാജ്യങ്ങളിലും നമുക്ക് അനവധിയായിട്ടുള്ള ദരിദ്രന്മാരെ കാണുവാൻ കഴിയും. केवल इंडिया में नहीं, UK या अमेरिका या इतने उन्नत श्रेणी में रहते वहां पर भी दरिद्र कंगाल लोग अभी भी है। കാരണം ദൈവത്തിന്റെ വചനം അങ്ങനെ എത്ര പറയുന്നത്, ദരിദ്രർ എല്ലായ്പ്പോഴും നിങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ എന്ന്. परमेश्वर की वचन यही चेतावनी देता है, दरिद्रों कंगाल लोग हर समय तुम्हारा साथ भी साथ है। ദരിദ്രർ തിങ്ങിപ്പാർക്കുന്നതായ നിരവധി കോളനികൾ നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണുവാൻ കഴിയും. और दरिद्रों ने चुंगी झोपड़पट्टी बनाकर रहते हुए स्थानों हमारा इंडिया की अंदर भी है। അതിന്റെ മധ്യ എത്രയും ദൈവത്തിന്റെ ജനത്തെ ദൈവം പാർപ്പിച്ചിരിക്കുന്നത്. इसके बीच में मसीह के लोगों को रहने देता है। സാധുജനത്തോടുള്ളതായ സ്നേഹനിമിത്തം ഈ ക്രിസ്ത്യാനി അവരെ സഹായിക്കുമോ എന്ന് അറിയുവാൻ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. ऐसे साधु दरिद्र लोगों को देखते हुए ईसाई के नाम लिए हुए भक्तों उनको मदद करेगा ना करेगा, ये मसीह ने स्वर्ग राज्य में बैठकर देख रहा है। ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ സമ്പത്ത് സ്വന്തം ആവശ്യത്തിന് മാത്രമല്ല, അതിലുപരിയായിട്ട് സാധുക്കളായ ജനത്തിന്റെ സംരക്ഷണത്തിനും വേണ്ടി എത്രയാണ്. हम ये समझ ले, हमें धन देता है, हम संपन्न हैं। मसीह ने देखते हैं दरिद्रों को सहाय मदद दिया है, देता है, वही भी जांच लेता है। നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ സമ്പത്തിന്റെ സ്റ്റുവേർഡ്സ് ആയിട്ട്, കാര്യവിചാരകന്മാരായിട്ട് ദൈവം നമ്മെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതാണ് സത്യം. और मसीह ने हमारे हाथ में धन दिया, जो कारीगर होता है मसीह ने देखते हैं तेरी व्यवहार कैसे होते हैं। നാം ഇതെല്ലാം കൂട്ടിവെക്കുകയും സ്വാർത്ഥമായ കാര്യത്തിന് മാത്രം വിനിയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു നാൾ ദൈവത്തിന്റെ സന്നിധിയിൽ നാം കണക്ക് കൊടുക്കേണ്ടി വരും. और हम इकट्ठा करता है, धन बटोरते हैं, एक दिन मसीह की बुलाहट में मसीह ने हमको बुलाकर न्याय की दंड दिया देंगे। എത്ര സമ്പന്നനായിരുന്നതായ യോബ് ഒരു നാൾ അവൻ ഏറ്റവും ദരിദ്രനായി തീർന്നു. इतने संपत्ति के मालिक थे वो मालिक अय्यूब एक दिन कंगाल दरिद्र हाल में आया है। പത്രോസും യോഹന്നാനും പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന്. मसीह के दो शिष्य पत्रोस यूहन्ना ने एक व्यक्ति की ओर देखते हुए यही बात दी, और चांदी सोना तुमको देने के लिए हमारा पास है ही नहीं है। യേശുക്രിസ്തുവിനെയും തന്റെ ശിഷ്യന്മാരെയും പിന്നെ ഭക്തിയുള്ളതായ ചില സ്ത്രീകളത്രയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നത്. यीशु मसीह या इनका शिष्यों उनका काम कार्य पूरा किया है, ये मसीह की शब्द। യേശുക്രിസ്തു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, പക്ഷികൾക്ക് കൂടുണ്ട്, പിന്നെ ഇങ്ങനെയുള്ളതായ മനുഷ്യപുത്രന് മാത്രം തലചായ്ക്കാൻ പോലും ഇടമില്ല എന്ന് യേശു പറഞ്ഞു. यीशु मसीह ने यही बात दी, भालुओं और छोटा चिड़ियाओं
कुछ भी जंतु को रहने के लिए भट्ट है और बसेरा है, लेकिन मनुष्य की पुत्र मसीह को सिर धराने के लिए जगह है ही नहीं है। നികുതി കൊടുക്കുന്നതിന് പണം യേശുവിന്റെ പക്കലില്ലായിരുന്നു. അതുകൊണ്ട് ഒരു മത്സ്യം പിടിച്ചു കൊണ്ടുവരുവാനും അതിന്റെ വായിൽ ആവശ്യത്തിനുള്ളതായ പണം ഉണ്ടാകുമെന്നും യേശു പറഞ്ഞു. चुंगी देने के लिए धन नहीं। तब पतरस की शिष्यों को यही बात दी, तू जा एक मछली के पेड़ में मैं और तुम्हारे लिए चुंगी देने के लिए धन उनका पेड़ में है। ക്രിസ്തു സമ്പന്നനായിരുന്നു എങ്കിലും നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചത് കൊണ്ട് അവൻ ദരിദ്രനായി ഈ ഭൂമിയിൽ ജീവിച്ചു. यीशु मसीह इतने धनी थे, लेकिन हम दरिद्र है, कंगाल में है। हमें धनी बनाने के लिए मसीह ने दरिद्र होकर जन्म पाया है। അതുകൊണ്ട് ക്രിസ്തുവിനെ പോലെ ദരിദ്രരായി തീരേണ്ട അവസ്ഥ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായാലും അത് മാന്യമായിട്ടുള്ള ഒന്നായി നാം കണക്കാക്കണം. इसी कारण में हमारा जिंदगी कष्ट दुख में रहेगा तो दरिद्र होवे तो हम यीशु मसीह का वचन सिर पकड़े उसका पग रखे आगे बढ़े. ദൈവദാസന്മാര് അവര് ദരിദ്രരായി തീർന്നിട്ട് അവര് പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ ദൈവജനം അതെ അവരുടെ ശുശ്രൂഷ അനുഭവിക്കുന്ന ദൈവജനം ഒരിക്കലും അനുവദിക്കരുത്. परमेश्वर के दासों ने मसीह की घोषणाओं में इतनी उन्नति पाकर आगे जाते हैं. अंतिम में उन्होंने दरिद्र है, कंगाल है, ऐसी हाल होवे तो विश्वासी गणों उनका उपदेश पाया तो उनको त्याग ना करे. യേശു പറഞ്ഞു, സുവിശേഷം പ്രസംഗിക്കുന്നതായ വ്യക്തികൾ അതുകൊണ്ട് തന്നെ അവരുടെ ഉപജീവനം കഴിക്കണം എന്നത്രേ. मसीह ने ये वचन दिया, सुसमाचार की घोषणा करने वाले सुसमाचार से मिलते हुए जो धन से उनका खाने पीना रहने का बात व्यवस्था कर देना. യേശു പറഞ്ഞു, അല്ലയോ ദരിദ്രരെ നിങ്ങൾക്ക് കഷ്ടം എന്ന് യേശു പറഞ്ഞില്ല. ये कंगालों अकाल में रहने वाले तुम्हारे लिए हाय ये शब्द मसीह नहीं कहा. യേശു പറഞ്ഞത് ധനവാന്മാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന്. यीशु ने यही बात दी, जो धनवान तेरी हाल देखते हुए हाय हाय. 1 തിമോത്തിയസിന്റെ ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം. पहले तिमोथियुस की पत्री 6वीं अध्याय और 9वां पद. 6:9. 6वीं अध्याय 9वां पद में यही है. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാര നാശങ്ങളാൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. पहले तिमोथियुस की पत्री 6वीं अध्याय 9वां पद में यही थी, पर जो धनी होना चाहता है वे ऐसा परीक्षा और फंदे और विगत सी वृद्ध और हानिकारक लालसाओं में फंसते हैं, जो मनुष्यों को बिगड़ा देता है और विनाश के समुद्र में डूब देती है. ധനവാന്മാരായി തീരുന്ന ആളുകളെ നാം പഠിക്കുകയാണെങ്കിൽ അവർക്ക് പലവിധമായ ടെംപ്റ്റേഷൻസ് ഉണ്ടാകും. അതിൽ അവർ വീണു പോവുകയും ചെയ്യും. धनवान के बारे में हम मनन करेगा तो कई प्रकार की परीक्षा में आते हैं, उन्होंने परीक्षा में गिर जाते हैं. പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും അവസാനം അവർ പല ആളുകളും ആത്മഹത്യ പോലും ചെയ്യുന്നതായ അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. आज के दिन में हम देखते हैं यही है, और कई प्रकार की धोखाबाजी में उन्होंने गिरते हैं और समुद्र में डूब जाती है. അതുകൊണ്ടത്ര യേശു പറഞ്ഞത് ധനവാന്മാർ നോക്കിയിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന്. इसी कारण में मसीह ने धनवान की ओर देखते हुए कहा है,
तेरे देखते हुए हाय हाय दिया है। യേശു പിന്നെയും മുന്നറിയിപ്പ് നൽകി ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. यीशु मसीह ने चेतावनी दी, धनवान स्वर्ग राज्य में पहुंचने का बहुत कष्ट है। 2 കൊരിന്ത്യർ 6:10. दूसरा कोरिन्थी 6वें अध्याय 10वां पद। അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, योग करने वालों के समान है, परंतु सर्वदा आनंद करते हैं। कंगालों के समान है, परंतु बहुतों के धनवान बना देता है। ऐसे ही जैसे हमारा पास कुछ नहीं तो भी सब कुछ रखते हैं। ദൈവമക്കൾ അതെ ദൈവമക്കളെ കുറിച്ച് പറയുമ്പോൾ പലരും ദരിദ്രരായ അനേകം വിശ്വാസികളെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവരത്ര. कई लोगों को देखते हैं धनवान है, लेकिन कुछ ना कुछ हर होते हैं, उन्होंने आनंद मगन होते हैं। വളരെ കഷ്ടത അനുഭവിച്ചുകൊണ്ട് മിഷണറി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതായ അനേകം വ്യക്തികളെ നാം ഓർക്കണം. कष्ट दुख भोग कर मसीह का सेवकाई में लौलन देने वाले बहुत सारे परमेश्वर की दासों है। അവർ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കുന്നതിന് നിവൃത്തി ഇല്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിന് നിവൃത്തിയില്ലാത്തവരായിരിക്കാം. ദരിദ്രരെങ്കിലും അവർ പലരെയും സമ്പന്നരാക്കുന്നവരത്ര. और स्कूल में जाते हैं, उनको फीस भरने के लिए नहीं है, उनको खिलाने के लिए, पाठक पुस्तकों खरीदने के लिए कई प्रकार की शोधना वेदना समझने वाले परमेश्वर की दासों आजकल दिनों में भी है। ഈ വ്യക്തികളെ നാം പരിശോധിച്ച് നോക്കുമ്പോൾ അവർ ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരെ പോലെ അത്രേ ജീവിക്കുന്നത്. परंतु बहुतों को धनवान बना देता है। ऐसा है जैसा हमारा पास कुछ नहीं तो भी सब कुछ रखते हैं। 1 തിമോത്തിയോസ് 4:8 पहले तिमोथियोस 4 अध्याय की 8वां पद में भी ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന് വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരവും ആകുന്നു. और यहाँ पर यही बात है, लिखा है, क्योंकि हम परिश्रम और यत्न इसीलिए करते हैं कि हमारी आशा उस जीवते परमेश्वर पर है जो सब मनुष्यों का और निश्चय करके विश्वासियों का उद्धार करते हैं. മറ്റു വാക്കുകളിൽ പറയുകയാണെങ്കിൽ അവർ ദരിദ്രരാണ് എങ്കിൽ തന്നെയും വിശ്വാസത്താൽ അവർക്ക് എല്ലാം ഉണ്ട്. ഓരോ പദ में यही देखते हैं, आर्थिक बात में उन्होंने कंगाल अकाल में है, लेकिन मसीह में सब कुछ में हम संतृप्त है. 1 കൊരിന്ത്യർ 3:22-23 വാക്യങ്ങൾ. और पगले कोरिन्थियों 3 अध्याय 23वां पद में हम यही देखते हैं. ഇപ്പോഴുള്ളത് ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്, നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവർ. यहाँ पर क्या पौलुस क्या अपुल्लोस क्या केफा इत्यादि बताकर, और तुम मसीह के हो और मसीह परमेश्वर का ही है. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ അവന് എല്ലാം ഉണ്ട്. एक व्यक्ति में, एक विश्वासियों में मसीह होवे तो उनमें सब कुछ में संपन्न होता है. ഒരു വിശ്വാസി അവൻ ഭൗതികമായിട്ട് ദരിദ്രനാണ് എങ്കിൽ തന്നെയും അവന് ക്രിസ്തു ഉണ്ടെങ്കിൽ അവൻ വലിയ സമ്പന്നനത്ര. एक विश्वासी होंगे अकाल में रहते हैं, दरिद्र होता है, मसीह उन्हीं में होवे तो हम सब कुछ में समृद्ध होता है. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാര് ദുഷ്ടത പ്രവർത്തിക്കുന്നതായ അഹങ്കാരികളായിരിക്കുന്ന വ്യക്തികൾ ഒരു നാൾ അവർ ലാസറിനെ പോലെ ഈ ലോകത്തിൽ നിന്നും ബെഗേഴ്സ് ആയിട്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകും. आजकल दिनों में हम देखते हैं धनवान है, महान है कहते हैं, मसीह सिवा रहते हैं. इसी कारण में अकाल की
नाश के पुत्र की नाई संसार की सीमा छोड़कर चले जाते हैं। എന്നാൽ പാവപ്പെട്ടവനായ ലാസർ ഈ ഭൂമിയിൽ നിന്നും മടങ്ങി പോയത് സമ്പന്നനായിട്ടത്രേ. ये दरिद्र अकाल, ये लाजर भूमि से विदा हो गया, इतनी महान धनवान संपन्न होकर भूमि की सीमा छोड़कर चले गया है। ലോകത്തിലെ സമ്പന്നന്മാർ അവർ ഈ ലോകത്ത് നിന്നും ഒന്നും കൊണ്ടുപോകുന്നില്ല. അവർ കൊണ്ടുപോകുന്നത് ഗിൽറ്റി കോൺഷ്യൻസ്, അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു കുറ്റമുള്ള ഒരു മനസ്സാക്ഷിയും ദൈവത്തിൻ്റെതായ ക്രോധവും കൊണ്ടത്രേ ഈ ലോകത്തിൽ നിന്നും അവർ മടങ്ങുന്നത്. मानो यही बात है, ये संसार के धनवान जाने के समय कार्य हाथ से जाते हैं, क्रोध, वैरभाव, दुख, दुष्टता इत्यादि चीजों से उन्होंने भूमि से विदा होता है। ദൈവമക്കളെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ സൗമ്യതയുള്ളവരെ കുറിച്ച് പറയുന്നു, അവർ ഭൂമിയെ അവകാശമാക്കുമെന്ന്. और हमारा लोग भूमि को निराश होता है। അവർ ഈ ലോകത്തിൽ പലവിധമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയും കഷ്ടം അനുഭവിക്കുകയും ഒരറ്റത്ത് നിന്നും മറ്റൊരറ്റത്തേക്ക് പന്ത് അടിച്ച് കളയുന്നത് പോലെ അങ്ങനെ ഉള്ളതായ അനുഭവങ്ങളിലൂടെ ആയിരിക്കുന്നു. और एक व्यक्ति को ऐसे मानो गेंद खेलते हैं इसी नाई, एक जगह से दूसरा जगह से तीसरा इत्यादि गेंद जाते हैं इसी नाई, उनका जिंदगी भटकते हैं। എന്നാൽ ക്ഷമയോടുകൂടി ഈ കഷ്ടങ്ങളിലും പതറാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെതായ നന്മ, അത് സന്തോഷം പ്രവേശിക്കുവാൻ നമുക്ക് കഴിയും. मानो नंबर होते हुए जितना परीक्षा में गिरते हैं, वो परीक्षा अपनाते हुए जीवन मसीह में रहकर विधाएगा तो एक दिन उन्होंने आनंद खुशी मनाने के लिए हाल होते हैं। ആകയാൽ കഷ്ടങ്ങളിലും പതറിപ്പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നമുക്ക് ജയാളികളായി തീരാം. ദൈവം നമ്മോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ. इसी कारण में कष्ट शोक के समय में आनंद मगन होवे और मसीह हमारे में रहे, हम मसीह में रहे, ये सीमा छोड़कर समय परमेश्वर सब कुछ में हमें धनवान संपन्न बनाकर स्वर्ग राज्य की मिरास बनने के लिए अवसर देते हैं। आमीन।